വാഗ്ദത്തങ്ങളുടെ നായകനും വാക്കു പറഞ്ഞാൽ മാറാത്തവനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ദൈവം തൻ്റെ മക്കളെ പരിപാലിക്കുന്നതും അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിടുവിക്കുന്നതും നമ്മുടെ അനുഭവത്തിൽ വളരെ വ്യക്തമായി അനുഭവിച്ചറിയുവാൻ നമുക്ക് ഇടവന്നിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും, ഏതവസ്ഥയിലും, ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം തൻ്റെ ഭക്തന്മാരെ പരിപാലിക്കുന്നു എന്ന ദൈവവചനത്തിലെ അനേക അനുഭവങ്ങൾ വെച്ചും നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലും നമുക്ക് വ്യക്തമായി പറയുവാൻ കഴിയും. 91 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അതിൻ്റെ 3 വാക്യം, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ഗോഡ്സ് സീക്രട്ട് പ്ലേസ് എന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ ഞാനിവിടെ പങ്കുവയ്പ്പാൻ ആഗ്രഹിക്കുന്നു. 1, ഗോഡ്സ് സീക്രട്ട് പ്ലേസ് ഈസ് എ പ്ലേസ് ഓഫ് സേഫ്റ്റി. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന രക്ഷയുടെ സ്ഥലം എന്നത് വളരെ സംരക്ഷണവും നന്മയും അനുഭവിക്കുന്ന സ്ഥലമായിരിക്കും. 91 സങ്കീർത്തനം അതിന് 2 വാക്യം വായിക്കുമ്പോൾ, യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. എത്ര പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം തൻ്റെ ഭക്തന്മാരെ വളരെ വ്യക്തമായി തൻ്റെ രഹസ്യ സ്ഥലത്ത് ദൈവം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആവർത്തന പുസ്തകം 33 അധ്യായം അതിൻ്റെ 27 വാക്യം ചിന്തിക്കുമ്പോൾ, പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. 46 സങ്കീർത്തനം 1 വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതെ, ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ അത്യുന്നതൻ്റെ മറവ്, സർവശക്തൻ്റെ നിഴല്, അതുപോലെ തന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്ന ദൈവം, തൻ്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്ന ദൈവം, തൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നവരെ വിടുവിക്കുന്ന ദൈവം, തൻ്റെ വിശ്വസ്തത പരിചയം പലകയുമായി നിലനിർത്തുന്ന ദൈവം, ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും നടത്തിക്കൊണ്ടിരിക്കുന്നു. എത്രയോ അപകടങ്ങൾ, എത്രയോ ആപത്തുകൾ, എത്രയോ പ്രതിസന്ധികൾ, എത്രയോ അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ കടന്നു വന്നാലും ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നമ്മോട് കൂടെ ഇരിക്കുന്നു. അവിടെ നമുക്ക് ആവർത്തന പുസ്തകം 33 അധ്യായം അതിൻ്റെ 27 വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ശ്രദ്ധിക്കുന്നത്, പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ തൻ്റെ ശത്രുവിനെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അതെ, നമ്മുടെ ദൈവം ശത്രുവിനെ നീക്കിക്കളയുന്നു. പുരാതനനാകുന്ന ദൈവം കീഴേ ശാശ്വത ഭുജങ്ങളരളി തൻ്റെ ഭക്തന്മാരെ എപ്പോഴും പരിപാലിക്കുന്നു. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഗോഡ്സ് സീക്രട്ട് പ്ലേസ് ഈസ് എ പ്ലേസ് ഓഫ് സേഫ്റ്റി എന്നതാണ്. രണ്ടാമതായി, ഗോഡ്സ് സീക്രട്ട് പ്ലേസ് ഈസ് എ പ്ലേസ് ഓഫ് ഡെലിവറൻസ്. 91 സങ്കീർത്തനം 3 വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്ന ദൈവം. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം അതിൻ്റെ 10 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാൻ വരുന്നു എന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ കള്ളൻ്റെ വരവിൻ്റെ ഉദ്ദേശം അവിടെ വ്യക്തമായി കാണുന്നു. മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക, നശിപ്പിക്കുക, തകർക്കുക, ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ ദൈവവചനത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, മോഷ്ടിപ്പാനും അറുപ്പാനും
മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാൻ കടന്നു വരുന്നു. ഗോഡ്സ് സീക്രട്ട് പ്ലേസ് ഈസ് എ പ്ലേസ് ഓഫ് ഡെലിവറൻസ് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. മാത്രമല്ല, മൂന്നാമതായി എ പ്ലേസ് ഓഫ് പ്രോമിസ്, വാഗ്ദത്തങ്ങളുടെ സ്ഥലമാണ് ദൈവസന്നിധി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ നിഴലിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയും ആകുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഞാനിവിടെ അടുത്തൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വയ്ക്കട്ടെ. വേർ ഈസ് ദ സീക്രട്ട് പ്ലേസ് ഓഫ് ഗാഡ്? ദൈവത്തിൻ്റെ രഹസ്യ സങ്കേതം അല്ലെങ്കിൽ സംരക്ഷണ സ്ഥലം എവിടെയാണ്? 27-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. അപ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ രഹസ്യ സങ്കേതം എന്നുള്ളത് അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവം. മാത്രമല്ല, തൻ്റെ തൂവലുകൾ കൊണ്ട് തൻ്റെ ഭക്തന്മാരെ മറയ്ക്കുന്ന ദൈവം എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, 31-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക ഒരുക്കി വച്ചിരിക്കുന്നതുമാകുന്ന ദൈവിക പദ്ധതികൾ എത്ര വലുതാണെന്ന് നാം മറന്നു പോകരുത്. 20-ാം വാക്യത്തിൽ കാണുമ്പോൾ, മനുഷ്യന്മാരുടെ കൂടാരത്തിൽ നിന്ന്, അതേ പകയൻ്റെയും ചതിയുള്ളവൻ്റെയും പക്കൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച് വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് ദൈവവചനത്തിൽ കാണുന്നു. അപ്പോൾ അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ നമ്മളെ ഒളിപ്പിക്കുന്ന ദൈവം. ഇന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ചുറ്റുപാടും അനേക അനർത്ഥങ്ങൾ, മാറാരോഗങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ എന്നുവേണ്ട പ്രകൃതിക്ഷോഭങ്ങൾ, മാത്രമല്ല ക്ഷാമങ്ങൾ, ദുരിതങ്ങൾ, വ്യത്യസ്തങ്ങളാകുന്ന ഭൂകമ്പങ്ങൾ, മാരകമാകുന്ന രോഗങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി അനേകരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു ദിവസത്തെ പ്രശ്നം കഴിയുമ്പോൾ അതിനേക്കാൾ വലുത് മറ്റൊരു ദിവസം നമ്മുടെ മുമ്പിൽ ഉയർന്നു വരികയാണ്. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ മാത്രം ആശ്രയം വെച്ച് മുൻപോട്ട് പോകുന്ന ഏതൊരു ദൈവപൈതലുമേ, എനിക്കും നിങ്ങൾക്കും ഭയപ്പെടുവാനൊന്നുമില്ല. കാരണം അത്യുന്നതൻ്റെ മറവും സർവശക്തൻ്റെ നിഴലും നമുക്ക് വേണ്ടിയുണ്ട്. അതിനേക്കാളെല്ലാം ഉപരിയായി അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ മേലുണ്ട്. തൻ്റെ തൂവലുകൾ കൊണ്ട് തൻ്റെ ഭക്തന്മാരെ മറയ്ക്കുന്ന ദൈവത്തിൻ്റെ കരുതലുകൾ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ആയതിനാൽ ഈ ജീവിത ദിവസങ്ങളിൽ ദൈവം നമുക്ക് ശേഷിപ്പിക്കുന്ന ആയുസ്, അവസരങ്ങൾ, സമയങ്ങൾ ദൈവനാമത്തിൽ അഭിവൃദ്ധിക്കായി, നന്മയ്ക്കായി, അനുഗ്രഹത്തിനായി നമ്മളെ തന്നെ സമർപ്പിച്ച് വിശ്വസ്തയോടും ധൈര്യത്തോടും ദൈവഭക്തിയോടും കൂടെ നമ്മുടെ നാളുകൾ ഭയത്തോടെ ദൈവസന്നിധിയിൽ കഴിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. പെറുപെറുപ്പുകൾ കൂടാതെ, മടി കൂടാതെ, ആലസ്യങ്ങൾ കൂടാതെ ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവം നമുക്ക് വേണ്ടി കരുതുവാൻ ശക്തനാണ്. സ്വർഗീയ പിതാവേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന സാഹചര്യങ്ങളിലൂടെ നിൻ്റെ ജനം കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ സ്വർഗീയ സമാധാനവും അനുഗ്രഹവും അഭിവൃദ്ധിയും ആശ്വാസവും നിൻ്റെ ജനത്തിന് വേണ്ടി സ്വർഗം പകർന്ന് നിൻ്റെ ജനത്തെ മാനിക്കണം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നെ കേൾക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള വ്യാകുലതകളും പ്രയാസങ്ങളും അനർത്ഥങ്ങളും അനുഭവിക്കുന്നവരായി മുൻപോട്ട് പോകുന്നെങ്കിൽ അങ്ങനെയുള്ളവരെ ദൈവം സമാധാനിപ്പിക്കണം, ആശ്വസിപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.